അത് സ്റ്റോക്ക് 10 5 വിറ്റു. അപ്പോൾ സ്റ്റോക്ക് എന്തായി? 5 5 kg അതിന് 312, അപ്പോൾ 62 കിലോ അങ്ങനെ വന്നു, റെക്കോർഡ് 12. അതിന് ലാഭം ഇവിടെ കാണിക്കുന്നുണ്ട്. 312 വിറ്റ് കാശ് ലാഭം. അതിൽ നിന്ന് നമുക്ക് 55 രൂപ കിട്ടി. കിലോത്തിന് 11 എന്നൊക്കെയാണ് നാം ഇവിടെ സെറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ 5 കിലോ വിറ്റ് 55 വന്നു. ഓരോന്ന് കച്ചവടം നടത്തി. അപ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങൾ എത്രയാണ് എന്നൊക്കെ നമുക്കവിടെ നോക്കി കണ്ടെത്താൻ കഴിയും. ഇപ്പോൾ നമ്മൾ പച്ചക്കറിയായ ഒരു ഐറ്റം കുമ്പളം തിരഞ്ഞെടുക്കുന്നു. കുമ്പളത്തിൻ്റെ വില 38.40 അത് നാം വില വെച്ചിട്ടുള്ളത് വാങ്ങിയപ്പോഴുള്ള ടോട്ടൽ ക്യാഷിൽ നിന്ന് എത്രയാണ് വാങ്ങിയത് അത് ഹരിച്ച് അതിലൂടെ ലാഭം കൂട്ടിയതാണ്. 1,430 1.5 കിലോ അല്ല എങ്കിൽ അതങ്ങനെ നമുക്ക് കൊടുക്കാം. അവിടെ നമുക്ക് വില കറക്റ്റായി വന്നു. 43, 54, 91 വന്നു. ഇങ്ങനെ നാം ഓരോന്നും വളരെ കൃത്യമായി നമുക്ക് തൂക്കി കൊടുക്കാൻ ഇതുകൊണ്ട് കഴിയും. അളവിൽ വ്യത്യാസം വരാതെ, കാശിൽ വ്യത്യാസം വരാതെ വളരെ കൃത്യതയോടുകൂടെ നമുക്ക് കണക്കുകൾ മാനേജ് ചെയ്യാൻ ഇതുകൊണ്ട് കഴിയുന്നു. ഇങ്ങനെയുള്ള ഒരു സംവിധാനം നാം ഉണ്ടാക്കിയെടുക്കൽ വളരെ നല്ലതായിരിക്കും. കച്ചവടക്കാർ പ്രത്യേകിച്ച് വിലയും പിന്നെ അതേപോലെ നാം ഇന്ന് ഇതുവരെ കച്ചവടം നടത്തിയത് ക്യാഷ് ആയി കിട്ടിയത് ധാരാളം വസ്തുക്കൾ കച്ചവടം നടത്തി. അതിന് ശേഷം ഒരു ഇൻവോയ്സ് ബില്ല് ഇത് എങ്ങനെ സെറ്റാവുന്നു എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കമ്പനിയുടെ പേര്, മാർക്കറ്റിൻ്റെ പേര്, അതുപോലെ ആരാണ് കസ്റ്റമർ എങ്കിൽ ഇപ്പോൾ അവരുടെ പേരും നമ്പറൊക്കെ നമുക്ക് അഡ്രസ്സൊക്കെ കൊടുക്കാം. പിന്നെ ഇവിടെ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായി വന്നിട്ടുണ്ടാവും. വിൽക്കുന്ന സാധനങ്ങളുടെ നമ്പർ ഉണ്ടാവും. പിന്നെ ഓഫർ പ്രൈസ് എത്രയുണ്ട്, ഏതൊക്കെ വസ്തുക്കളാണ് എന്ന് വന്നു. പിന്നെ യൂണിറ്റ് പ്രൈസ് എത്രയാണെന്ന് വെച്ചാൽ അതിൽ നിന്ന് നമ്മൾ ഓഫർ കൊടുക്കുകയാണെങ്കിൽ ഓരോന്നിനും ഓട്ടോമാറ്റിക് എത്ര കൊടുക്കണം, എത്ര കുറവ് കൊടുക്കണം എന്ന് സെറ്റ് ചെയ്താൽ എല്ലാറ്റിനും അത് ഓട്ടോമാറ്റിക്കായി സെറ്റ് ആകും. അതിൻ്റെ ആകെ ടോട്ടൽ വന്നു. പിന്നെ അതിൽ നിന്ന് നമ്മൾ SGST അതുപോലെ CGST ഒക്കെ കുറക്കാം. ഡിസ്കൗണ്ട് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ നമ്മളവിടെ ഓഫർ കൊടുത്തോളെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ മാറ്റാം. എത്ര അവർക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നത് കണക്ക് ഇവിടെ വരും. ഇത് സേവ് ചെയ്തതിന് ശേഷം അതിൻ്റെ ടോട്ടലും പിന്നെ അതിൻ്റെ CGST SGST 6% വീതം അത് കൂട്ടി പിന്നെ അങ്ങനെ മൊത്തത്തിൽ നമുക്കൊരു ഇൻവോയ്സ് ബില്ല് ഇവിടെ സെറ്റാക്കുകയും ചെയ്യാം. നമ്മുടെ കച്ചവടത്തിൻ്റെ വിവരങ്ങളെല്ലാം വന്ന ഈ ഇൻവോയ്സ് ഇത് ഒരു PDF ആക്കി എടുക്കാം. ഷെയർ ആൻഡ് എക്സ്പെർട്ട് നമ്പർ വെച്ചാൽ ആ നമ്പറിലേക്ക് നാം കൊടുത്ത് അയച്ചാൽ നമ്മുടെ വിവരങ്ങളെല്ലാം ഒരു PDF ആയിട്ട് നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ നമ്മുടെ കസ്റ്റമർക്ക് ഈ വിവരങ്ങളുടെ ഇൻവോയ്സ് ബില്ല് നേരെ കൊടുക്കാൻ സൗകര്യമാണ്.